കൺമണി. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് തോന്നി ഈ പ്രശ്നം കുട്ടി ഇവിടെ വന്നതും ഈ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതും. ഞാൻ മോശമായിട്ട് എൻ്റെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫുകളുടെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടോ ഒന്നും ഫേമസ് ആയ ആളല്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പുകാരും എനിക്ക് നേരെ തിരിയൂന്നൊക്കെ പറഞ്ഞ് ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്നെ പൂട്ടിക്കാനാണ് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നത്. യൂസഫ് അലി സാറ് പോലും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ അന്യ ആൾക്കാരെ നിർത്തിയിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം മലയാളികൾക്ക് ജോലി കൊടുത്താൽ അവർ ക്രൂശിക്കപ്പെടത്തതേ ഉള്ളൂ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. അതൊരു തലയില്ലാത്ത കമന്റ് വന്ന് എന്നെ തല്ലി, എന്നെ അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പിറകെ പോകുന്ന ഒരു സ്ത്രീ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് കൊണ്ടുവന്ന ഒരു സ്ത്രീ ഒരു സ്റ്റാഫിനെ തല്ലി അവരുടെ ബിസിനസിന്റെ പേരങ്ങ് കളയാൻ ശ്രമിക്കുമോ? ഈ വരുന്ന മീഡിയാസ് മുഴുവൻ അത് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ അതിന് നിയമ നടപടികൾ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും? ഇതിനെല്ലാം തുടക്കം ഒരാളുണ്ടല്ലോ. ഓക്കെ, നമ്മൾ വന്നപ്പോഴ് ആക്ച്വലി എന്താണ് ചേച്ചിയുടെ ബിസിനസ് തന്നെ വീട്ടിൽ തന്നെയാണ് അല്ലേ? വീട്ടിൽ തന്നെയാണ് ബിസിനസ്. എന്തുകൊണ്ടാണ് ആ വീട്ടിൽ തന്നെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായത്? നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഷോപ്പ് നിങ്ങൾ വരുന്ന അടൂരിൽ തന്നെ സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയാണ്. അവിടെ നമുക്കിപ്പോ ഒരു 19-20 വർഷമായിട്ട് തന്നെ ഒലീവിയ ഉണ്ട്. അതിനുശേഷം ഞാൻ മാവേലിക്കരയാണ് അടുത്ത ബ്രാഞ്ച് തുടങ്ങിയത്, പിന്നെ പത്തനംതിട്ടയാണ്. അതിനുശേഷം ഒരു കൊറോണ സമയമൊക്കെ ആയപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് യൂട്യൂബില് 1-2 ഡ്രസ്സ് എടുത്ത്, നമുക്ക് യൂട്യൂബ് ഒന്നും അറിയത്തില്ല, വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാ. അത് സക്സസ് എന്ന അധികം ആൾക്കാരൊന്നും ഇല്ല. ടിക്ടോക്ക് തൊട്ടേ ഉണ്ട് എന്റെ ഒരു ഓൺലൈൻ ഇത്. പക്ഷെ യൂട്യൂബിൽ കൂടെ നല്ല രീതിയിൽ പബ്ലിസിറ്റി ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഷോപ്പിൽ തന്നെ ഒരു റൂമില് ഞാൻ 5 പേരെ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി. പിന്നെ അത് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കയറ്റമായപ്പോൾ ഞങ്ങൾ തന്നെ ആദ്യം ഓൺ പ്രൊഡക്ഷൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ കൈ നിൽക്കാൻ പറ്റാത്ത പോലെ ഞങ്ങൾക്ക് ഡെയിലി 2-3 വീഡിയോസ് വേണം. അപ്പൊ ഞങ്ങളെ കൊണ്ട് എറണാകുളത്ത് യൂണിറ്റിൽ ഒന്നും ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാൻ പറ്റത്തില്ല, നല്ല ക്വാണ്ടിറ്റി വേണം. പിന്നെ അവിടുന്ന് ഒലീവിയ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് പബ്ലിക്കിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 1 ഇയർ ആവുന്നേ ഉള്ളൂ ഞങ്ങൾ ഈ വീടെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒലീവിയ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. നമ്മൾ അങ്ങനെ സ്റ്റാഫുകൾ ഓണർ അങ്ങനെ ഒരു വേർതിരിവ് കൂടെ അല്ല പോകുന്നത്. അപ്പൊ ആ വീട്ടിൽ തന്നെ ഒരു സൈഡ് ഇവർക്കായിട്ട് നമ്മുടെ ഓഫീസിനായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഇത് തോന്നിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് കയറി വന്ന ഒരാളാണ്. അപ്പൊ ഇത്രയും ഇഷ്യൂസ് ഒക്കെ നടന്നപ്പോ എങ്ങനെ അത് ഓവർകം ചെയ്ത് ഇതുവരെ നിൽക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? എന്താണ് ആക്ച്വലി ഉള്ള പ്രശ്നം? എന്താണ് ശരിക്കും പ്രശ്നം? 2 പ്രശ്നമാണ് ഒലീവിയെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ലൈവിലേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ലൈവില് വന്നപ്പോ ആ ലൈവില് വന്ന ആൾക്കാരും അല്ലെങ്കിൽ എന്നെ ലൈവിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ അടുത്തും ഇതുപോലെ കുറെ അലിഗേഷൻ ചെന്നിട്ടാണ് മാം നേരിട്ട് ഇവിടെ വരികയും ഞങ്ങളെല്ലാം കണ്ട് കാര്യങ്ങളുമായിട്ട് ഇന്നലെ ലൈവില് വരുന്നത്. അപ്പോ അവർക്ക് കിട്ടിയിരിക്കുന്ന 2 ടൈപ്പ് ആൾക്കാരാണ് അവരെ എനിക്കെതിരെ ഉള്ള ഇതുമായിട്ട് ചെന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലുള്ള ഷോപ്പുകാരാണ്. അപ്പൊ അവർക്ക് എന്റെ ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുർത്തീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഈ കുർത്തീസ് ഞാൻ റേറ്റ് കുറവിൽ കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഏറ്റവും കൂടുതലുള്ള എന്റെ ശത്രുക്കൾ. എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അശ്വതി ചേച്ചിയുടെ. മേ ബി ശത്രുക്കൾ ഇപ്പൊ പറഞ്ഞ പോലെ ശത്രുക്കളൊക്കെ ആയിരിക്കാം. ഇപ്പൊ അടുത്ത് നമ്മുടെ കൺമണി അല്ലെ, കൺമണി എന്ന് പറയുന്ന ഒരു എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെയാണ് പുള്ളിക്കാരി. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. കൺമണിയുടെ ഇതിൽ നിന്ന് തന്നെയാണ് ഈ ഇഷ്യൂസ് മുഴുവൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ പേർക്ക് അറിയണം ഇത് എന്താണ് ആക്ച്വലി ഈ ഒലിവിയ. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് നെഗറ്റീവ് വരുമ്പോൾ അവർക്ക് എന്താണെന്ന് അറിയണം. അപ്പൊ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആണോ എന്താന്ന് ആക്ച്വലി? അപ്പൊ ശരിക്കും എന്താണ് കൺമണി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ശരിക്കുള്ള ഒരു അലിഗേഷൻ ഉന്നയിക്കുന്ന? എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? ഇപ്പൊ ഈ ഓൺലൈൻ തുടങ്ങിയ നാള് തൊട്ടേ ഞാൻ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് എന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഡ്രസ്സിന്റെ റേറ്റ് കുറവാണ്. അപ്പൊ ഞാൻ ഈ റേറ്റിൽ കൊടുക്കുമ്പോഴത്തേക്ക് ചുറ്റിനുള്ള ആൾക്കാർ ഇഷ്യൂ ആയിട്ട് വരുന്നു. അപ്പൊ അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടില്ല, ഭീഷണി വരെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പുകാരും എനിക്ക് നേരെ തിരിയൂന്നൊക്കെ പറഞ്ഞ് ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ്
ചെയ്യുന്നില്ല. കാരണം അതൊന്നും എനിക്ക് എന്റെ ഒരു ജോലി എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തെങ്കിലേ ഇവർക്ക് കമ്മീഷൻ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ പിറകെ ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ഇവർ രാവിലെ എന്നെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ഈ കൺമണിയുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. കൺമണി എന്ന് പറയുന്ന കുട്ടി ഇവിടെ ജോലിക്ക് വരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അതിനെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറയുന്നു ജോബിന്റെ ആഡിനെ കുറിച്ച് അറിയാനാണ്, ഒരിടത്തുനിന്നും റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജോബിന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇടും. ഇത്ര മാത്രമേ ഞാനും അതും തമ്മിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പോലും സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ വീട്. അതിനുശേഷം ഈ കുട്ടി ശനിയാഴ്ച ഇവിടെ ഇന്റർവ്യൂവിന് വന്നു. ഞാൻ അതിനെ കണ്ടില്ല, അത് എന്നെയും കണ്ടില്ല. ഇന്റർവ്യൂവിന് വന്ന് സെലക്ട് ആയ ശേഷം ഇത് നമുക്ക് 2 സെക്ഷനാണ്. ഈ പറയുന്ന ക്ലാരിഫിക്കേഷൻ ഒത്തിരി കൊടുക്കാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഷോപ്പിലുള്ള സ്റ്റാഫുകളുടെ സാലറിയെ കുറിച്ചോ കമ്മീഷനെ കുറിച്ചിട്ടോ അല്ല ഞാൻ വീഡിയോയിൽ പറയുന്നത്. ഇത് ഓൺലൈൻ ഓഫീസ്. ഇവിടുത്തെ ഞാൻ ഒരിക്കലും ഷോപ്പിലെ സ്റ്റാഫുകളെ പോലും ഇന്ന് വരെ ഒരിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഓൺലൈനാണ്, ഓൺലൈനിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇത്രയും കമ്മീഷൻ ഉണ്ട്, പക്ഷെ മറ്റേടത്ത് അതില്ല. അവിടെ വരുന്നവർക്ക് എനിക്ക് 10,000-15,000 രൂപ ആ റേറ്റേ കൊടുക്കാൻ പറ്റി, 40,000 എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഷോപ്പാണ്. അവിടെ വരുന്ന കസ്റ്റമർ എടുക്കുന്നതാണ് അവിടുത്തെ ബിസിനസ് എന്ന് പറഞ്ഞത്. ഇത് അങ്ങനെയല്ല. അപ്പോൾ ഈ കുട്ടിയെ ഇവിടെ ഒത്തിരി പേര് ട്രെയിനിങ്ങിനായതുകൊണ്ട് ഈ കുട്ടികളെ കുറച്ചു പേര് ഞങ്ങൾ ഷോപ്പിലേക്ക് ട്രെയിനിങ്ങിന് വിട്ടു. അപ്പൊ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ കുട്ടി നമ്മുടെ ഷോപ്പിലേക്ക് ട്രെയിനിങ്ങിന് വന്നു. പിന്നെ ബുധനാഴ്ച ഇത് വന്നില്ല. നമ്മൾ അങ്ങനെ ട്രെയിനിങ്ങിന് വന്നിട്ട് പോകുന്നവരെ പിന്നെ കാരണം അവർക്ക് ആ 15 ദിവസം താല്പര്യം ഇല്ലെങ്കിൽ വരണ്ട എന്നുള്ളൊരു ഇത് തന്നെ. അവർ നമ്മുടെ സ്റ്റാഫുകളായിട്ടില്ല. അപ്പം ആ കൊച്ചു വന്നില്ല, നമ്മൾ അതിനെ തിരക്കാനും പോയില്ല. പിന്നെ കാണുന്നത് കൺമണിയുടെ ഈ ഒരു വീഡിയോയാണ്. അപ്പൊ കൺമണി ഒരു വീഡിയോ ചെയ്തു, ഒലീവിയ ഡിസൈൻസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഇതാണ് ചോദ്യം. സമ്മതിക്കുന്നു. ആ ചോദ്യം വരുമ്പോൾ നെഗറ്റീവും വരാം, പോസിറ്റീവും വരാം, അല്ലെ? അതിന് അഭിപ്രായം അറിഞ്ഞാൽ മതി, അല്ലാതെ നെഗറ്റീവുകാർ വാന്നല്ല വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് വരുന്ന എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ റിമൂവ് ആവുകയും ഈ നെഗറ്റീവ്സ് എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ട് അതിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുവാണ്. അപ്പോഴേ ഞങ്ങൾക്ക് ഇതിന്റെ ഉദ്ദേശം മനസ്സിലായി. കാരണം ഒരാൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരുന്നെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാകണം. ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഞങ്ങളുടെ സ്റ്റാഫ് ഈ കുട്ടിയെ കോണ്ടാക്ട് ചെയ്തു. കാരണം ഇതിനെ ട്രെയിനിങ് കൊടുത്ത കുട്ടി കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ വീട്ടിൽ എത്തുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അപ്പൊ പറഞ്ഞു ഇയാൾക്ക് സമയമൊന്നും ഇല്ലല്ലോ, ഇവിടെ എപ്പം വേണമെങ്കിലും പോകാമായിരുന്നല്ലോ, എൻ്റെ അടുത്ത് നിങ്ങളുടെ ബസ്സിന്റെ സമയം പറഞ്ഞാൽ അത് ഞാൻ വീട്ടിൽ ഫോഴ്സ് ചെയ്തിട്ടും വിടുന്നില്ല ചേച്ചി, എനിക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല, ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്തതാ, ഇതിന്റെ ബാക്കി ഭാഗം വരുമെന്നാ പറഞ്ഞു. എന്റെ അഭിപ്രായമായിട്ട് ഞാൻ സെക്കൻഡ് വീഡിയോയിൽ വരുമെന്നാണ് ആ കുട്ടി പറഞ്ഞേക്കുന്നത്. അപ്പോ ഞാൻ നല്ലത് പറയാനാണ് സെക്കൻഡ് വീഡിയോ ഇടാന്ന് പറഞ്ഞു. അപ്പം ചോദിക്കുന്നുണ്ട് നമ്മൾ പോസിറ്റീവ് എന്തിനാ കളയുന്നത്? എന്നെ കുറിച്ച് പോസിറ്റീവ് പറയുന്നത് അവിടെ കിടക്കട്ടെ, അതിനത് ബോധയിടാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പിന്നെ വരുന്നതെന്ന് പറയുന്നത് യൂട്യൂബിലെ മിനിറ്റുകൾക്കുള്ളില് കൂണ് മുളച്ച് പൊങ്ങുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഡ്രസ്സാണ്. എന്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള കംപ്ലൈന്റുകളായിട്ട് വീഡിയോസ് വരുവാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇത് വെറുതെ വരിക, കമന്റ് എടുക്കുക, ഈ കൺമണിയുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് എല്ലാം കൊടുക്കുക, ഈ കുട്ടി അവർക്കെല്ലാം പോയി താങ്ക്സ് പറയുകയാണ്. ആ വീഡിയോ ചെയ്തവർക്കെല്ലാം പോയി താങ്ക്സ് പറയുന്നു, അവരതെല്ലാം പിൻ ചെയ്ത് വെക്കുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ ഇതിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചതെന്നും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ഈ കുട്ടി ഇവിടെ വന്നതും ഈ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള ഒലീവിയുടെ ഈ ഒരു വളർച്ച പൊതു സമൂഹത്തിൽ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇതാണ് ഈ കാണുന്നത്. സ്റ്റാർട്ട് ചെയ്തത് പ്രശ്നം അല്ലേ? അല്ല, ഈ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ചേച്ചിയുടെ, അവരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നോ? എന്നെയോ? ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നു. ആ വീഡിയോ വന്നതിൽ 700 കമന്റ്സ് എന്തോ ഉണ്ട്. 700 കമന്റ്സിൽ ഞാൻ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്യാൻ ആരെയും വെച്ചിട്ടില്ല. ആ കമന്റ്സ് കംപ്ലീറ്റ് നോക്കിയാൽ മതി. അവർക്ക് ആർക്കും ഒരു കസ്റ്റമറും പറയത്തില്ല ഒലീവിയ സ്റ്റോപ്പ് ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഒലീവിയയിലെ നെഗറ്റീവ് പറയത്തില്ല. കാരണം ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് എന്റെ സ്റ്റാഫുകളെ ഞാൻ പിണക്കിയത്. കാരണം കസ്റ്റമേഴ്സിന് ഇവരുടെ കൈകൾ കൂടാണ് പോകുന്നത്. അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ അവരോടൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ എന്റെ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്യുന്നതിനാണ്. വേറെ ഒരു കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ സ്റ്റാഫുകളോട് അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് പോലും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. അപ്പൊ കസ്റ്റമേഴ്സ് ആണ് ഒലീവിയയുടെ ബലം എന്ന് പറയുന്നത്. ഇന്നും അത് തന്നെയാണ്. അവരെല്ലാം എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട്. അല്ല, കുറെ കാര്യങ്ങൾ പറയുന്നെന്ന് വെച്ചാൽ, അലിഗേഷൻസ് പറയുന്നെന്ന് വെച്ചാല് സ്റ്റാഫ്സിനോട് എന്താ പറയാ,
എന്താ റെസ്പെക്ട് ഇല്ലായ്മ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, അവരോട് ദേഷ്യപ്പെടാറുണ്ട്, എനിക്ക് തോന്നുന്നു സ്റ്റാഫിനെയൊക്കെ തല്ലി എന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ആർക്കും അറിയില്ല. അപ്പൊ ചേച്ചിയോട് ഞാൻ ചോദിക്കണം, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എന്താ ശരിക്കും തോന്നിയത്? ഇപ്പം ഇവിടെ വന്നപ്പോ എന്റെ വീടിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാഫിനെ തല്ലിയ ഒരാൾ എങ്ങനെയാ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോകുന്നത്? എന്റെ ബിസിനസ് എന്ന് പറയുന്നത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ആണ്. അപ്പൊ ഞാൻ തല്ലി ഒരു കുട്ടി ജീവനോടെ കാണുമല്ലോ, എന്തായാലും ചത്തിട്ടില്ല. അപ്പൊ ആ ജീവനോടുള്ള കുട്ടിക്ക് ലൈവായിട്ട് വന്ന് പറഞ്ഞൂടെ ഇവൾ എന്നെ തല്ലി, അതിന്റെ പ്രൂഫാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ ഒരു തലയില്ലാത്ത കമന്റ് വന്ന് എന്നെ തല്ലി, എന്നെ അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പിറകെ പോകുന്ന ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവരാണ്, അറിവുള്ള ഒരു പോത്തില്ല. ഒരു ബിസിനസ്സിനെ, ഒരു സ്ത്രീ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് കൊണ്ടുവന്ന ഒരു സ്ത്രീ ഒരു സ്റ്റാഫിനെ തല്ലി അവരുടെ ബിസിനസിന്റെ പേരങ്ങ് കളയാൻ ശ്രമിക്കുവോ? അതിന് തന്നെ ഉണ്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ മറുനാട്ടിലൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിനെ ശരിക്കും അവരോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്തില്ല. ഇതുവരെ ഒരു ഈ ഇഷ്യൂസിനെതിരെ ഒന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു യൂട്യൂബർമാരെയോ എനിക്കെതിരെ ചെയ്തിട്ടുള്ള ഒരാൾക്കാരെയോ കോണ്ടാക്ട് ചെയ്തില്ല. കാരണം അവർക്ക് ഒരു അലിഗേഷൻ വന്നു. ഇപ്പൊ എന്റെ അടുത്ത് എന്റെ ഒരു സ്റ്റാഫ് വന്ന് പറയാണ്, മാം എനിക്ക് സൂപ്പർവൈസറിൽ നിന്ന് ഇന്ന ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഭാഗം കേട്ടിട്ട്, അല്ലെ സൂപ്പർവൈസറിന്റെ ഭാഗം കേട്ടിട്ട് കുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് അന്വേഷിക്കാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിൽ മറുനാടൻ പോലെ ഒരു പ്രഗത്ഭമായിട്ടുള്ള ഒരു മീഡിയ അവർക്കൊരു അലിഗേഷൻ വന്നാൽ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും അവരതിന്റെ സത്യം കണ്ടെത്തി ആരാണോ തെറ്റുകാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് ഞാനാണെങ്കിലും വേറൊരാളാണെങ്കിലും അതിനെ ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് ഫോൺ കോൾ ചെയ്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് തിരക്കിയ ശേഷം ഒരു ന്യൂസ് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് ഏത് വ്യക്തികൾക്കാണെങ്കിലും. അത് കാരണം ഞാൻ വെറും ഒരു വ്യക്തിയല്ല, ഇത്രയും കഷ്ടപ്പെട്ടൊരു സ്ഥാപനം കൊണ്ടുവന്ന് പബ്ലിക്കിൽ അത് വിജയം എത്തിച്ച ഒരാളാണ്. അപ്പൊ അതിന് ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഇത് തന്നെയാണ്. അത് ചെയ്യുന്നവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു ഇത് അറിയത്തുള്ളൂ. അങ്ങനെയാണ് പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. അപ്പം എന്തുകൊണ്ടാണ് ഒരു പോലീസ് കേസിലേക്ക് പോവാത്തത്? ഞാനിപ്പോ അതിന്റെ തന്നെ രീതിയിലാണ്. എനിക്ക് ഇപ്പോഴാണ് ഇത്രയും ഒരു കൂട്ടം ആക്രമണം വന്നത്. ഒന്നോ രണ്ടോ ബിസിനസ്സിൽ നേരിടേണ്ടതാണ്. ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയേക്കുന്നത്. കാരണം കോമ്പറ്റീഷൻ നിറഞ്ഞൊരു ഫീൽഡ് ആകുമ്പോൾ എനിക്കറിയാം എന്റെ ചുറ്റിനും ഒരുപാട് എനിമീസ് ഉണ്ട്. അവർ പല രീതിയിൽ വരുമെന്നുള്ള ഒരു ധാരണയോടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം അടച്ചുപൂട്ടി വീട്ടിലിരുന്നാൽ നമുക്ക് കുഴപ്പം. പക്ഷെ ഒന്നോ രണ്ടോ അല്ലല്ലോ. മറുനാടൻ ഇപ്പൊ അന്നൊരു ന്യൂസ് ഇട്ടു, അവർക്ക് കിട്ടിയ അത് വെച്ചിട്ടായിരിക്കാം അവരെന്നെ കോണ്ടാക്ട് ചെയ്തത്, അവരിട്ടു. പക്ഷെ ഈ വരുന്ന മീഡിയാസ് മുഴുവൻ ഇങ്ങനെ വന്നപ്പോഴാണ് അത് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ അതിന് നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോവാണ്. അങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും സ്റ്റാർട്ടിങ്? ആരാണോ ആ ആൾക്കെതിരെയാണ്. എക്സ്ക്ലൂസീവ് അല്ലേ അത്? ഈ സ്റ്റാർട്ടിങ് ഇതിനെല്ലാം തുടക്കം ഒരാളുണ്ടല്ലോ, ആ വ്യക്തിക്കെതിരെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ടെക്സ്റ്റൈൽസിനെക്കാളും. അപ്പം ചുറ്റുമുള്ള ശത്രുക്കള് അവർ തന്നെ ആയിരിക്കും അല്ലെ? അതെ, അവരുടെ വോയിസ് ക്ലിപ്പുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. കിട്ടിക്കഴിഞ്ഞു നമുക്ക് ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ഞങ്ങൾ ആത്മഹത്യയുടെ ഭീഷണിയിലാണ്. പലരും വന്ന് ലൈവിൽ കൂടെ ഞാനെന്ന വ്യക്തിയെ ഇപ്പൊ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ പറയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ വീഡിയോയിൽ എങ്ങനെ ഒരുങ്ങി വരണം, എന്റെ വീഡിയോ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ മോശമായിട്ട് എന്റെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫുകളുടെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടോ ഒന്നും ഫേമസ് ആയ ആളല്ല. എന്റെ വീഡിയോയിൽ ഒരു ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ ഞാൻ അത് എങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ആ രീതിയിൽ വരുന്നു, എനിക്ക് ഈ രീതിയിൽ നടക്കാൻ പറ്റത്തില്ല, എനിക്കൊരു കാറിൽ കയറാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിലിരുന്നൊരു റീല് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ സ്റ്റാഫുകളോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു KFC കഴിക്കുന്ന ഒരു വീഡിയോ കിട്ടും. ആ വീഡിയോ എടുത്ത് വന്നിരിക്കുന്ന കമന്റുകൾ നിങ്ങൾ നോക്കണം. ഈ പെൺകുട്ടികൾ ഇത്രയും പേരുടെ രംഗത്ത് വരാനിരിക്കുകയാണ് എൻ്റെ സ്റ്റാഫുകൾക്ക്. കാരണം അവരുടെ ജോലി ഇപ്പൊ 3 ദിവസമായി അവർക്ക് ജോലിയില്ല. ആ ജോലി ഇല്ലാതിരിക്കുന്ന അവർക്ക് ഈ മാനസികമായിട്ട് അവരിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും സ്ത്രീകൾക്കുണ്ടാകുന്ന ആലോചിക്കണം. സെക്ഷുവലായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് വീഡിയോയും കമന്റുമാണ്. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ അന്വേഷിക്കാതെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നെന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരുകൾ, ഞാൻ വരുന്നത്, ഞാൻ നടക്കുന്നത്, പബ്ലിക്ക് വന്ന് ലൈവിൽ കൂടെ കടക്കാർ,
പോട്ടെ, എൻ്റെ ഒരു കസ്റ്റമർ പറയുവാണെങ്കിൽ അവർക്ക് എൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇഷ്ടമില്ലഞ്ഞിട്ടാന്ന് പറയാം. ഇത് കടക്കാർക്ക് എന്താണ് പ്രശ്നം? അവരവരുടെ വീഡിയോ ചെയ്യുന്നു, ഞാൻ എൻ്റെ വീഡിയോ. ഞാൻ ഒരിടത്തുനിന്നും ഒരാൾക്കും പൈസ കൊടുക്കാനില്ല. ഞാൻ ആരുടെയും പൈസ മേടിച്ചിട്ട്, ഞാൻ കസ്റ്റമറുടെ ആണെങ്കിൽ പോലും ക്യാഷ് മുൻപേ മേടിച്ചിട്ട് ഞാൻ ഡ്രസ്സ് കൊടുക്കുവല്ല, വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ് കൊടുക്കുവല്ല. ഇന്ന് പേയ്മെന്റ് ചെയ്ത 3-4 ഡേയ്സിനുള്ളിൽ കൊടുക്കുവാണ് പ്രോഡക്റ്റ്. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന എൻ്റെ ബിസിനസ്സിന് എൻ്റെതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഇല്ലേ? അത് സ്റ്റാഫുകളെ കൂട്ടി നിർത്തി ചെയ്യണോ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്യണോ, ഞങ്ങൾ എങ്ങനെ ചെയ്യണം, അതിന് പോലും എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. ആ രീതിയിലാണ് ലൈവിൽ കൂടെ വന്ന് എന്നെ മാക്സിമം, ഞാനെന്ന് പറഞ്ഞു അതൊക്കെ നിയമങ്ങളില്ലേ. നമുക്കിപ്പം ഞാനിപ്പോ ഒരു ബിസിനസ്സുകാരുടെ കസ്റ്റമറിനെ തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിനെ ഞാൻ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ ലൈവിൽ കൂടെ എൻ്റെ വീഡിയോ എടുത്ത് നോക്ക്. ഞാൻ ഈ ഇത്രയും ഫോളോവേഴ്സിനെയും ഈ സബ്സ്ക്രൈബേഴ്സിനെയും നേടിയിരിക്കുന്നത് ഒരാളെയും കുറ്റം പറഞ്ഞല്ല, ഒരു സ്ഥാപനങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടല്ല. എനിക്ക് ഇത്രയും സ്റ്റാഫുകളുണ്ട്, ഇവരെയും കൊണ്ട് ഇന്ന് വരെ ഒരു പോസിറ്റീവ് കമന്റ് പോലും ഒരിടത്ത് പോയി ഇടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇടാമല്ലോ, ഞങ്ങൾക്ക് ഇത്രയും പേർക്കും വേണമെങ്കിൽ ഇതിനെതിരെ വീഡിയോ ചെയ്യാമല്ലോ, ഇത്രയും പേർക്കും ഈ ഒരാൾ തന്നെ 50 ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഞങ്ങളെ പോസിറ്റീവ് ആക്കി കാണിക്കാമല്ലോ. ഒരു സത്യമുണ്ട്, അത് എന്നും നിലനിൽക്കും. ഇപ്പൊ അവരുടെ സമയമാണ്. ഇപ്പൊ ഈ നെഗറ്റീവുകാർ പറഞ്ഞ് മാക്സിമം ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലാതെ അവരുടെ സമയം, സത്യത്തിന്റെ സമയം ചിലപ്പോൾ ഇച്ചിരി ലാസ്റ്റ് ആയിട്ടായിരിക്കും. അന്ന് എനിക്ക് പറയാനും എടുക്കാനും തിരിച്ച് ഈ പറഞ്ഞ ഇത്രയും പേർക്കുള്ള മറുപടി കൊടുക്കാനും ഒരു ദിവസം എനിക്കുണ്ട്. അത് 100%. അതുകൊണ്ട് എനിക്ക് പിള്ളേരെ വെച്ചിട്ട് കളിക്കാനോ അല്ലെങ്കിൽ ഈ പിള്ളേരൊന്നും എൻ്റെ കൂലിക്കാരല്ല, പോയി നിങ്ങൾ അവിടെ കമന്റ് ഇടുക, ഇവിടെ കമന്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നൊന്നും ഞാൻ ചെയ്യിക്കുന്നില്ല. എനിക്ക് സത്യത്തിന്റെ രീതിയിൽ തന്നെ പോകുന്നുള്ളൂ, ഞാൻ ഒരു ഇതിനും പോകുന്നില്ല. അപ്പൊ ഇനി ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവോ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്നോ? പൊട്ടിത്തെറിയല്ല, അല്ല ഓൾറെഡി അറിയാലോ, ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യങ്ങള് ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ പുറത്തു കൊണ്ടുവരും. അത് വലിയൊരു പൊട്ടിത്തെറി ആയിരിക്കില്ലേ? പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാടാണിത്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്. എൻ്റെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ ഒരു ബിസിനസ് സക്സസ് ആക്കി കൊണ്ടുപോയൊരു വളരെ ചുരുക്കം പേരേ ഉള്ളൂ. പക്ഷെ എൻ്റെ നാട് മൊത്തം എനിക്ക് സപ്പോർട്ടാണ്. ഇവിടുത്തെ ഉള്ള ഏത് വ്യക്തി, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് മനുഷ്യരായിക്കോട്ടെ, അവരെല്ലാം എന്നെ, കാരണം ഞങ്ങൾ ആർക്കും ഒരു ശല്യത്തിനോ ഒരു കാര്യങ്ങൾക്കോ പോകുന്ന ആ നാട്ടുകാരുടെ സപ്പോർട്ടാണ് ഒലീവിയ ഒരു കൊച്ചു കട ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയ റൂമിൽ നിന്ന് ഇന്ന് ആ കാണുന്ന ബിൽഡിങ്ങിലേക്ക് ഒലീവിയ വളർന്നത് ഞങ്ങളുടെ നാട്ടുകാരുടെ സപ്പോർട്ടാണ്. അതിന് ശേഷമാണ് ഞാൻ ഓൺലൈനിലേക്ക് വന്നത്. 20 വർഷത്തെ എൻ്റെ ഹസ്ബൻഡിന്റെ ബിസിനസ് ചരിത്രത്തിനിടയിൽ 3 വർഷം ആയതേ ഉള്ളൂ ഞാൻ ഓൺലൈനിൽ വന്നിട്ട്. ആ ഓൺലൈനിൽ വരണമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പബ്ലിക്കിന്റെ മുന്നിൽ എൻ്റെ ഫേസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരാളെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല, ആരെയും ദ്രോഹിക്കും. ഞാൻ എൻ്റെ ഭാഗം നോക്കി എൻ്റെ വീട്ടിലെ കുറച്ച് പിള്ളേർക്ക് ജോലി കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ എന്നെ ദ്രോഹിച്ചവര്, എന്നെ ഇത്രയും വ്യക്തിഹത്യയാണ്, മാനനഷ്ടമാണ്, മാനത്തിനാണ് വില പറഞ്ഞ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അച്ചു എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ഒലീവിയയുടെ കുർത്തീസിനെയോ അല്ല വരുന്നത്. അതിന് വന്നോട്ടെ. ഇപ്പൊ ഒരു ഒലീവിയയുടെ കുർത്തീസും മോശമാണെന്ന് പറഞ്ഞാൽ ഞാനത് ബാധ്യസ്ഥയാണ് കേൾക്കാൻ. എന്റെ ബിസിനസ് ഫീൽഡാണ്. ഞാൻ ആർക്ക് ദ്രോഹം ചെയ്തിട്ട് ഈ കാണുന്ന ഈ വീഡിയോ ചെയ്ത് ഇത്രയും പേർക്ക് എന്നെ അറിയത്ത് പോലുമില്ല. ഇവരൊന്നും എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടില്ല. ഇനി എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുന്നു. ഈ സ്റ്റാഫുകളൊക്കെ ഞാൻ പറയാം, എൻ്റെ ജോലിയിലോട്ടൊന്ന് കടന്നു വരാം. ജോലി എന്ന് പറയുന്നത് ഞാൻ പരസ്യം ചെയ്യും. അത് ആരുടെയും ഇതിലല്ല, എൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതിലാണ് പരസ്യം ചെയ്യുന്നത്. ഈ പരസ്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരു നമ്പർ കൊടുക്കുക. ആ നമ്പറിലേക്ക് നിങ്ങൾ ജോബ് എന്ന് മെസ്സേജ് ചെയ്യാൻ പറയും. ആ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വോയിസ് അങ്ങോട്ട് ചെല്ലും. ആ വോയിസിനകത്ത് പറയുന്നുണ്ട് ഇവിടെ ഈ ഏജ് ലിമിറ്റിലുള്ളവരെ എടുക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ആങ്കർ അല്ലേ, ആ ആങ്കർക്ക് ആ ഒരു ചാനലിന് കാണത്തില്ല എൻ്റെ ആങ്കറിന് ഇത്ര കാര്യങ്ങൾ വേണമെന്ന്, വരുന്ന എല്ലാവരും എടുക്കുമോ? പബ്ലിക്കിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതൊരു അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അത് അവർക്ക് നിർബന്ധമാണ്. അതേപോലെ തന്നെ എൻ്റെ ജോലിയിൽ എൻ്റെ സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് എനിക്കൊരു റൂളില്ലേ? അത് മറ്റൊരാളുടെ രീതിയിലാണോ ഒലീവിയയുടെ ബിസിനസ് പോകുന്നത്? ഞാൻ വേറൊരാളുടെ സ്ഥാപനത്തിൽ ചെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ എൻ്റെ ഇതിന് പോകണം? അത് അവരുടെ ഇഷ്ടമായിരിക്കാം. ഞാൻ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ആർക്കും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എൻ്റെ ഇതാണ് 28-നും 18-നും ഇടയിലുള്ള കുട്ടികളാണ് ഇവിടെ ജോലിക്ക് എടുക്കുന്നത് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു കണ്ണൂരോ കാസർഗോഡോ തൃശ്ശൂരോ ഉള്ള കുട്ടികളൊന്നും ഇവിടെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വരണ്ട. കാരണം ഇത് നല്ല ലോങ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫുൾ സൈസ് 2 ഫോട്ടോസ് അയച്ചു തരിക, ബയോഡേറ്റ അയച്ചു തരിക, അതും പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടുത്തെ ഡിമാൻഡ് ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് സംസാരിക്കാൻ കഴിയണം. സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ ഇപ്പൊ എന്റെ മുന്നിൽ വന്നിരുന്ന് പറയാൻ പറ്റും. അപ്പൊ എല്ലാവരെയും ഓരോ ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ എന്റെ കസ്റ്റമേഴ്സ് വരുമ്പോൾ കസ്റ്റമർ വലിയ കാര്യത്തെ കോണ്ടാക്ട് ചെയ്യാണ്.
അവരോട് മിണ്ടാതിരിക്കുന്ന ഒരു കൊച്ചാണ്, അയ്യോ അത് പാവമായിരിക്കാം, പക്ഷെ എന്റെ ജോലിക്കാനേ പറ്റത്തില്ല. കണ്ണ് കാണാത്തൊരു കൊച്ചായിരിക്കാം, എന്റെ ജോലിക്കാനേ പറ്റത്തില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്റെ ജോലി സംബന്ധമായിട്ടുള്ള റൂളുകളുണ്ട്. അപ്പൊ അത് വ്യക്തമായി പറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് ഇവരിവിടെ ശനിയാഴ്ച ഇന്റർവ്യൂവിന് വരും. താല്പര്യം ഉണ്ടെങ്കിലേ വരാവൂ. ഇന്റർവ്യൂവിന് വരുമ്പോഴോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുമ്പോഴോ പേരൻസിനെ കൊണ്ടുവരണ്ട. ഈ 15 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിവിടെ ഓക്കെ ആണെങ്കിൽ അന്ന് ജോലി കയറുമ്പോൾ നിങ്ങളുടെ പേരന്റിനെ കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ റൂള്. ഇവരിവിടെ വരുന്നു, ശനിയാഴ്ച ഇന്റർവ്യൂവിന് വരുന്നു. ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്, ഒരാളെ ഒറ്റയ്ക്കല്ല. ഇതിന്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം, അവിടെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഈ ഇന്റർവ്യൂ എല്ലാവർക്കും കൂടെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് താല്പര്യമുള്ളവരെ താഴെ ബയോഡേറ്റയ്ക്കായിട്ട് വിളിക്കും, താല്പര്യമില്ലാത്തവർ അതുവഴി പോകുന്നു. ഈ ബയോഡേറ്റയും തന്ന് അവർ ഓക്കെ ആകുമ്പോൾ നമ്മൾ നോർമലി ആ ബയോഡേറ്റയ്ക്കകത്തുള്ള ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കും. അതാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യം. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണെങ്കിൽ അവരോട് തിങ്കളാഴ്ചയോ ബുധനാഴ്ച ജോയിൻ ചെയ്യാൻ പറയുന്നു. അവരിവിടെ ജോലിക്ക് വരുന്നു. ഈ ജോലിക്ക് വരുന്നത് ഈ അപ്പുറത്തുള്ള ഇതേപോലെ സീനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരുടെയാണ് കൂടെയാണ് ഇവരെ ട്രെയിനിങ്ങിന് വിടുന്നത്. ഫസ്റ്റ് ഡേയിൽ വരുമ്പോഴേ അവർക്കറിയാം ഇവിടുത്തെ ജോലി എന്താ. രാവിലെ വീഡിയോ വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് പാക്ക് ചെയ്യുന്നു, അവർ കളിക്കുന്നു, ചിരിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നു, അവർ കോൾ ചെയ്യുന്നു, മൊബൈൽ അവരുടെ കയ്യിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ട്രെയിനിങ്ങിന് വന്ന കൊച്ചു വിചാരിക്കും ഇതൊന്നും ചുമ്മാതാണ്, ഞങ്ങളുടെ വീഡിയോ പറഞ്ഞ ചുമ്മാ, അതിന് പോകാമല്ലോ, ഞാൻ അതിനെ പിടിച്ചു നിർത്തുന്നില്ല. ഒരു ദിവസം മനസ്സിലാക്കാം, 2 ദിവസം മനസ്സിലാക്കാം, 3 4 5 15 ദിവസം ഉണ്ട് മനസ്സിലാക്കാൻ. ഈ 15 ദിവസവും മനസ്സിലാക്കിയ ശേഷം അതിന്റെ പേരന്റിനെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ റൂൾസ് എഴുതിയ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരത് വായിച്ചു നോക്കും. അവരത് ഓക്കെ ആണെങ്കിൽ ഈ കുട്ടി ഇവിടെ ജോലിക്ക് കയറുന്നു, ഞങ്ങൾ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വന്ന ദിവസം തന്നെ നിങ്ങൾ ജോലി കയറണമെന്നൊന്നുള്ള ഒരു ഡിമാൻഡും ഇല്ല. ഈ ജോലി കയറി കഴിയുമ്പോൾ ഇവർ 1 മാസം നിന്നില്ലേ, 1 മാസം 1നും 10നും ഇടയ്ക്ക് ഇവിടുന്ന് കൃത്യമായിട്ടുള്ള സാലറി വാങ്ങിച്ചിരിക്കണം. ഞങ്ങളുടെ സ്ട്രിക്റ്റ് റൂളാണ്. 10-നകം മേടിച്ചിരിക്കണം. അത് അക്കൗണ്ട് ത്രൂ ആ കൊടുക്കുന്നത്, ഒരാളുടെയും കയ്യിലെടുത്തല്ല കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ചിലർ വന്നിട്ട് പറയും എനിക്ക് ഇച്ചിരി പൈസ കടമായി തരാമോ, 2 വർഷം 1 വർഷമൊക്കെ നിൽക്കുന്നവർ എന്നോട് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ കൈകൾ ഞാൻ കൊടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം തന്നെ അക്കൗണ്ട് ത്രൂ ആണ് കൊടുക്കുന്നത്. ഈ അക്കൗണ്ട് ത്രൂ ക്യാഷ് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്നെ 2 വർത്തമാനവും പറഞ്ഞിട്ട് അതുമായിട്ട് ഇറങ്ങി അവരുടെ പാട്ടിന് പൊയ്ക്കൂടെ. ഇത് 3 മാസം നിന്നവർ, 4 മാസം നിന്നവർ, 5 മാസം നിന്നവരൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ 1500 കമന്റ് ആണ് ഒലീവിയയുടെ ജോലിക്കാരെ കുറിച്ച്. ഈ 1500 പേരിൽ എത്ര പേർക്ക് തലയുണ്ട്? ബാക്കി മൊത്തം തലയും മുഖവും ഇല്ലാത്ത ഫേക്ക് ഐഡീസ് വരുവാണ്. ഈ 1500 പേര് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്തവർ കൊണ്ടുവരട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പണം. ഈ വീഡിയോ ചെയ്ത് എല്ലാവരും ഞാൻ ഇവിടോട്ട് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. നിങ്ങൾക്ക് സത്യം കേൾക്കുക, നിങ്ങൾക്ക് വീഡിയോ ഇടണം, നിങ്ങൾക്ക് ഇതിനെ പബ്ലിക്ക് കൊണ്ടുവരണം, ഒലീവിയെ പൂട്ടിക്കണം അല്ലെങ്കിൽ ഒലീവിയെ തകർക്കണം എന്നാണ് നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ വാ, ഈ കുട്ടികളുമായിട്ട് വാ. നിങ്ങളുടെ അടുത്ത് ആരോപണങ്ങൾ പറയുന്ന കൊച്ചുങ്ങളെ എല്ലാം ഇവിടെ അവർ ജോലി ചെയ്തതല്ലേ, ജോലി ചെയ്തവരാന്ന് പറയുന്നത്, അവരെ ഇവിടെ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ഇവർക്കുണ്ടായിട്ടുള്ള ഇവരുടെ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. അതിന്റെ പ്രൂഫുകൾ അവരെടുക്കട്ടെ. പിന്നെ തല്ലിയനെ കുറിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു അടി നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, അത് എപ്പോഴും പറയുന്നുണ്ട്. അത് സ്റ്റാഫുകൾ തമ്മിലാണ്. അതും ഇപ്പൊ മറുനാടനിൽ വന്ന ന്യൂസിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ സ്റ്റാഫുകൾ തമ്മിൽ തല്ലുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുക, ഈ വീടിന്റെ ഏതെങ്കിലും മൂലയിരുന്ന പുറത്തെ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അടി നടന്ന് പിള്ളേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്ക് നടന്ന് 1-2 പിള്ളേരല്ല, ഇത്രയും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരുടെ ഞാൻ പറഞ്ഞ അയ്യോ അടിക്കല്ലേ, ഞാൻ സൗണ്ട് കേട്ടോണ്ട് ഇറങ്ങിച്ചെല്ലും. ആ കുട്ടിയെ അപ്പൊ തന്നെ വിളിച്ച് ഞാൻ വീടിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. അവര് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ കംപ്ലീറ്റ് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, എന്റെ സ്റ്റാഫുകൾ അത്രയും പേരുണ്ട്, ഒരു കുട്ടിയെ അടിച്ചു കാണുമായിരിക്കാം, ആ കുട്ടിയെ വെറുതെ അടിക്കത്തില്ല. വെറുതെ ഒരാൾ ഒരു ഓഫീസിൽ ട്രെയിനിങ് ആണ്, ട്രെയിനിങ്ങിന് വന്ന അടിക്കത്തില്ല. ഇവരുടെ കൂടെ ഉള്ള ഒരു കുട്ടിയെ ചീത്ത വിളിക്കുകയും അതേപോലെ തന്നെ ഇറങ്ങിപ്പാന്ന് ഡോറ് വലിച്ചടച്ചു. അടച്ചപ്പം കൗണ്ടറിലിരുന്ന കുട്ടി പറഞ്ഞു, ഇങ്ങനെ അടയ്ക്കാൻ പറ്റത്തില്ല, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണോ ചേച്ചി എന്നൊരു അടി അടിച്ചു. അടിച്ചിട്ട് ഇവൾ ഓടി, കാരണം ഞാൻ പോവാണല്ലോ. ഇവർ ഇത്രയും പേരും കൂടെ അവരുടെ സ്റ്റാഫിനെ അടിച്ചപ്പോൾ അവര് പോയി പിടിച്ചിട്ട് റെഡിയാക്കി. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി, അത് കേസുണ്ടായി. ആ കൊച്ചും അവരും തമ്മിൽ ചെയ്തു. അവരത് കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരിടത്തും അതിന്റെ വോയിസ് ക്ലിപ്പ് ഇപ്പോഴും എന്റെ കൈ കിടപ്പുണ്ട്. സാറോ മാമോ ഇന്ന് വരെ ആ പ്രശ്നത്തിലില്ല, നിങ്ങൾ കണ്ടിട്ടില്ല. മാം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അകത്തിരുത്തി എനിക്ക് വെള്ളം തന്നു, അതേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ കണ്ട ഉടനെ ആ കൊച്ചിനെ അകത്ത് കൊണ്ടുവന്നു. ഞാൻ ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ പറയുന്നവരാരും തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് പ്രതികരിക്കത്തില്ലേ? നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും. എല്ലാവരും പ്രതികരണ ശേഷിയുള്ളവരാ. അപ്പൊ ഈ കൊച്ചുങ്ങൾ ഇത്രയും പേരുണ്ട്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞേ, ഞാൻ ജോലി കൊടുത്തവരാണ്, എനിക്ക് ജോലി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത്രയും പേര് എനിക്കെതിരെ പറയുമോ?
അപ്പൊ ജോലി കൊടുത്തവരാണ്, എനിക്കറിയത്തില്ല ഈ നിൽക്കുന്നവരെന്താണ് പോയവരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതിന്റെ ഇഷ്യൂ ആണ്. ഞാൻ ഇന്ന് വരെ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകൾ വന്നാൽ ബിസിനസ്സിൽ എനിക്ക് കൊച്ചു കൊച്ചു റൂളുകളുണ്ട്, ചെറിയ ചെറിയ റൂൾ. ഒന്നെന്ന് പറഞ്ഞാൽ എന്റെ കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുക, അവരെ ബ്ലോക്ക് ചെയ്ത് വിടുക. എത്രയോ കസ്റ്റമർ കംപ്ലൈന്റുകളുണ്ട്, നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കുക. പലരും റിപ്ലൈ കൊടുക്കത്തില്ല, പലരും ബ്ലോക്ക് ചെയ്ത് വിടും, അവർ കിടന്ന് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ സ്റ്റാഫുകളെ എനിക്ക് വഴക്ക് പറഞ്ഞേ പറ്റൂ. ഇതെന്റെ ജോലിയാണ്. ഞാൻ പിന്നെ എങ്ങനെ ഇവർക്ക് ജോലി കൊടുക്കുക? നിങ്ങളുടെ കസ്റ്റമർ എല്ലാം അങ്ങ് പോയാൽ മോളെ നീ കുഴപ്പമില്ല, നീ ബ്ലോക്ക് ചെയ്തത് നല്ലതാന്ന് പറയാൻ പറ്റുമോ? അവിടെ പറഞ്ഞു കൊടുക്കും. അത് എവിടെയാ ഇല്ലാത്ത, ഏത് മേഖലയിലാ ഇല്ലാത്ത? ഈ പറയുന്നവരൊക്കെ ഓരോ സ്ഥാപനങ്ങൾ. ഇന്നലെ എനിക്ക് വന്നേക്കുന്നത് പലരും എനിക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത് ജോലി സ്ഥാപനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള വോയിസുകളാണ് എനിക്ക് അയച്ചേക്കുന്നത്, എന്റെ സ്റ്റാഫുകൾക്ക് അയച്ചേക്കുന്നത്. ജോലി സ്ഥാപനത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് മിണ്ടാൻ റൈറ്റില്ല. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്ക് ഓവർ പ്രഷറാണ്. നൈറ്റ് പോലും അവർക്ക് ഉറങ്ങാൻ വയ്യ. ആ ലെവലിൽ ഇരുന്നാണ് അവർ. നിങ്ങൾ IT ഫീൽഡിലുള്ളവർ ചോദിക്കുക, ധൈര്യമായിട്ട് പുറത്ത് വരട്ടെ. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്ക് ഡേ എന്നോ നൈറ്റ് എന്നോ ഇല്ല, അവർക്ക് ഓവർ ലോഡാ കൊടുത്തേക്കുന്നത്. അവർക്ക് ഉറങ്ങാനും കഴിക്കാനും പറ്റുന്നില്ല. അതേപോലെ തന്നെ കേരളത്തിലുള്ള എത്രയോ സ്ഥാപനങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്ന് ജോലി ചെയ്തിട്ട് നിസ്സാര ശമ്പളം. ഇവരെല്ലാം സന്തോഷത്തോടാണോ ജോലി ചെയ്യുന്നത്? ഇവരെല്ലാം ഹാപ്പിയാണോ? വരുന്ന ഓണറല്ല ഇവരെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ജ്യൂസും കൊടുത്ത് ഇവരൊക്കെ? അതല്ല. ബിസിനസ്സിൻ്റെതായിട്ടുള്ള രീതിയാണ്. ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അവരുടെ ബിസിനസ് അനുസരിച്ചുള്ള റൂളുകൾ കാണും. അത് എനിക്കും ഉണ്ട്. അത് ഒരാൾക്ക് വേണ്ടി മാറ്റാൻ ഒരിക്കലും പറ്റത്തില്ല. അത് ഇനി വരുന്നവർക്കാണ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഇഷ്യൂ ഇത്രയും വരുന്നതെന്ന് പറയുന്നത്. ഈ റൂൾസിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ മെയിൻ ആയിട്ട് അവർ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാല് അത് ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ജോബ് കൊടുക്കുക, അല്ലാത്തവർക്ക് എന്താ തള്ളിക്കളയ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ വന്നവരിൽ അങ്ങനെ തള്ളിപ്പറഞ്ഞവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും അത് അങ്ങനെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക്? ഇപ്പൊ എനിക്കെതിരെ വീഡിയോ ചെയ്ത് ഫസ്റ്റ് ചെയ്തവരിപ്പം നമ്മൾ പറയുന്ന ഒരാളുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ ഞാൻ ഇവിടെ എടുക്കത്തില്ലല്ലോ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ അങ്ങനെ ഒരാളെ പിന്നെ ഫെയർ നോക്കി, പിന്നെ സ്മാർട്ട്നെസ് നോക്കി, ഹൈറ്റ് നോക്കിയൊക്കെ ആണെങ്കിൽ ഇന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പലരെയും നിങ്ങൾ വിളിച്ച് നിങ്ങൾ നോക്കാൻ നിൽക്കുന്നതിൽ എത്ര പേര് ഫെയർ ഉണ്ട്, എത്ര പേര് സ്മാർട്ട് ലുക്ക് ഉണ്ട്. ഈ പെഡലി പോലും ചരിഞ്ഞിരിക്കുന്ന സ്റ്റാഫ് എൻ്റെ കൂടെയുണ്ട്. ഇപ്പൊ ഒരു ആരോപണത്തിൽ പറയുന്നുണ്ട് 50% വൈകല്യമുള്ള ഒരു കുട്ടിയെ ഇവിടുത്തെ സ്റ്റാഫുകൾ അടിച്ചു. ആ 50% വൈകല്യമുള്ള കുട്ടിയെ ഞാൻ എടുത്തിട്ടല്ലേ എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നത്. അപ്പൊ എങ്ങനെ ഞാൻ ഈ ഫെയറും സ്മാർട്ട്നെസ്സും നോക്കി ആ കുട്ടി എങ്ങനെ എൻ്റെ അടുത്ത് വന്നു? നമുക്ക് പറയുന്നവർക്ക് എന്തും പറയാം. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ലുക്ക്, വാക്ചാതുര്യ, സ്മാർട്ട്നെസ്. ഈ ലുക്ക് എന്ന് പറയുന്നത് ഫെയർ ആണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഓഫീസിൽ വന്ന് നോക്ക്, എത്ര കുട്ടികളുണ്ട് വെളുത്തിരിക്കുന്നവർ. ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോം ഇട്ടാൽ, ഇപ്പൊ ഓവറായിട്ട് ഒരു ഇതാവാതെ ഒരു യൂണിഫോം ഇട്ടാൽ, ഒരു ഹൈറ്റ്, ഒരു അത്യാവശ്യ ഹൈറ്റ്, ഒരു കാര്യം ഈ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ എനിക്കിപ്പോ എന്റെ ജോലിയുടെ ഭാഗം എനിക്കല്ലേ പറയാം. ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് അവരുടെ റൂളില്ലേ? കല്യാണം പോലും കഴിക്കരുതെന്നുണ്ടല്ലോ, കല്യാണം കഴിച്ചൊരു പ്രഗ്നന്റ് ആവരുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെല്ലാം റൂളുകൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്. അവിടെ ഫുൾ ടൈം മേക്കപ്പ് ഇടണമെന്നുണ്ടല്ലോ, എന്തെല്ലാം റൂളുകൾ മറ്റ് സ്ഥാപനങ്ങളിലുണ്ട്, എവിടെല്ലാം ഉണ്ട്. ആ റൂളുകളെല്ലാം ഈ ഇത്രയും ആൾക്കാരും കൂടെ കയറി റെഡിയാക്കി കൊടുക്കും. എന്റെ സ്ഥാപനത്തിന്റെ ഒരു ചെറിയ റൂൾ, അത് ഞാനത് ഇന്റർവ്യൂവിന് വരുന്ന ടൈമിലെ എന്റെ മെസ്സേജിനകത്ത് പോകുന്നുണ്ട്. അത് കണ്ട് കേട്ടിട്ട് വന്നാൽ മതിയല്ലോ, അല്ലാത്തവരെ നമ്മൾ വരാൻ വിളിക്കുന്നില്ല. ഈ ഫോണൊക്കെ മേടിച്ചു വെക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും സ്റ്റാഫിന്റെ ഫോണൊക്കെ മേടിച്ചു വെക്കാറുണ്ടോ? അതിനെ കുറിച്ച് പറയാം. നമ്മൾ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 6 മാസമായി ഇവിടെ മൊബൈൽ മേടിച്ചിട്ടുണ്ട്. 6 മാസമായിട്ട് ഫോൺ മേടിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് വരെ ആരുടെയും ഫോൺ മേടിപ്പില്ല. ഈ 6 മാസമായിട്ട് ഫോൺ മേടിക്കുന്നതിന് കാശില്ലാത്തവരാണെങ്കിൽ ഒലീവിയയുടെ കാശ് കൊടുത്തിട്ടാണ് പിന്നെ ഫോൺ മേടിച്ചു കൊടുക്കുന്നത്. അല്ലാത്തവർ ഇപ്പോൾ ഒരു ജോലിക്ക് വരുന്നവർക്ക് 40,000 രൂപ വരെ ഇവിടുന്ന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കസ്റ്റമറെ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഇവരെ കോണ്ടാക്ട് ചെയ്തു, ഞാൻ വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ കസ്റ്റമറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ സ്റ്റാഫുകൾക്ക് അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. ഇവരാണ് ചാറ്റ് ചെയ്യുന്നത്, ഇവരാണ് മെസ്സേജ് അയക്കുന്നത്. ഇപ്പൊ ഗൾഫുകാരുണ്ട്, ഇസ്രായേൽക്കാരുണ്ട്, വേൾഡ് മുഴുവൻ നമ്മുടെ കുർത്തീസ് എടുക്കുന്ന മലയാളീസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ഈ അന്നേരം അയക്കാൻ പറ്റത്തില്ല. അവർ പറയും ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം നാട്ടിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നവരുടെ കയ്യിലായിരിക്കും കൊടുത്തു വിടുന്നു, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയും. ഞാൻ ഈ ചെറിയ റേറ്റ് കൊടുത്തിട്ട് ഇവർ ഇത് 50 എണ്ണം ബില്ലടിച്ച് വെളിയിൽ ഇവിടെ വെക്കാൻ പറ്റത്തില്ല, സ്റ്റോക്ക് എടുക്കുന്നതാണ്. വെളിയിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റലിൽ വെക്കുക, വീട്ടിൽ വെക്കുക. നാളെ രാവിലെ ഈ കുട്ടി ജോലിക്ക് വന്നാൽ ഈ 50 കുർത്തീസുമായിട്ട് പോകും.
ഈ 50 കുർത്തീസുമായിട്ട് പോകുമ്പോൾ 50ന്റെ 500 രൂപ വെച്ചിട്ട് അത്രയും രൂപ കസ്റ്റമർ എന്നോട് അയച്ചിരിക്കുന്നത്. അവര് പറയത്തില്ല ജിഷയെ വെച്ചിട്ടാണല്ലോ ഓർഡർ എടുത്തത്, ജോയ്സിയെ വെച്ചിട്ടാണല്ലോ ഒലീവിയക്കാണ് ഓർഡർ തന്നത്. അവര് പറഞ്ഞ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. ഞാനപ്പോ ഞാൻ കൊടുക്കുന്ന കസ്റ്റമറാണ്. രാവിലെ എന്റെ ഓരോ സ്റ്റാഫുകളെയും ഫീൽഡിലേക്ക് ഇറങ്ങി നിങ്ങൾ പോയി കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ട് വാ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് കമ്മീഷൻ കിട്ടുമെന്ന് ഒരാള് തെളിയിച്ചാൽ, ഈ വീഡിയോ കാണുന്നവരായിക്കോട്ടെ, ഒരാൾ അതിന് തെളിയിച്ച രാവിലെ അച്ചു വന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്ന് ഫീൽഡിലേക്ക് പോവുക, നിങ്ങൾ ഇത്ര കസ്റ്റമറിനെയും കൊണ്ട് വരണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാസം 40,000 രൂപ കിട്ടൂന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ തെളിയിക്കുന്ന ഓരോ വ്യക്തിക്കും ഞാൻ കൊടുക്കാം. ഇവര് രാവിലെ വരുന്നു, ഞാൻ കൊടുക്കുന്നു എന്റെ കസ്റ്റമറെ, ഇവർക്ക് കസ്റ്റമറെ താങ്ങാൻ വയ്യ. അപ്പൊ ആ കസ്റ്റമറിന്റെ ഡീറ്റെയിൽ ഒന്ന് ശേഖരിക്കാൻ വേണ്ടി ഇവർ പോയി കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ അതോട്ട് ഇതില്ലല്ലോ, അതിനു വേണ്ടി പറയുന്നു. അത് ഞങ്ങൾ തന്നെ വോയിസിൽ പറഞ്ഞിട്ട് നിങ്ങൾ ജോലി നിർത്തി പോകുമ്പോൾ യൂസ്ഡ് ഫോണിന്റെ എമൗണ്ട് വെച്ചിട്ട് തന്നെ അത് നിങ്ങൾക്ക് തിരികെ തരാമെന്നും പറയുന്നുണ്ട്. ഈ ഇന്ന് വന്ന് 1 മാസം നിന്നിട്ട് പോകുമ്പോൾ അത്രയും ഡേറ്റ ഞങ്ങളുടെ കസ്റ്റമറിന്റെ കാര്യങ്ങൾ മൊത്തം അതിനകത്ത് കിടക്കുകയാണ്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരാളെയും കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടൊന്നും, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരാളെയും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിച്ചിട്ട്, അത് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഇത്രയും കസ്റ്റമറിന്റെ പോകുമെന്നുള്ള ഒരു രീതിയാണ്. അത് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റാഫ്സ് തമ്മിൽ സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് അത്രയും സ്ട്രിക്റ്റ് ആണോ ചേച്ചി? കാരണം കുറെ അലിഗേഷൻസ് ഉണ്ട്. ഒന്നും അങ്ങോട്ട് എടുക്കുകയല്ലേ, ചിരിക്കുന്നുണ്ട് ശരിക്കും. കാരണം അവൻ തന്നെ ചിരിക്കുന്നുണ്ട്. ശരിക്കും സത്യമാണോ? സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഒരു രീതി ഞാൻ ലൈവിൽ കൂടാണ് മിക്കപ്പോഴും എന്റെ വീഡിയോസ് FB-ലൊക്കെ വരുന്നത്. ഞാൻ ചോദിച്ചിട്ടെ, ഒരാളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് കുത്തി നിറച്ചു കൊടുക്കാൻ പറ്റുമോ? എത്ര വീഡിയോസ് ഓൺലൈനിൽ ഓരോ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. അവരുടെയൊക്കെ സ്റ്റാഫുകളെ നിൽക്കുന്ന നോക്കണം. അവര് എത്ര ഫോഴ്സ് ചെയ്യില്ല, പിള്ളേർക്കൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്ന് ഹാപ്പിയാണ്. ഇവര് സ്വന്തമായിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കുത്തി കൊടുക്കുന്നതല്ല, അവർക്ക് ആ സ്ഥാപനത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷമാണ്. പരസ്പരം മിണ്ടാതെ ഇവർ ഇത്രയും പേരുടെ കെട്ടിപ്പിടിച്ചല്ലേ നടക്കുന്നത്, ഇവർ ഒരുമിച്ചല്ലേ ഫുഡ് കഴിക്കുന്ന പോലെ അവർ ഒരുമിച്ചാണല്ലോ. ആ വീഡിയോസ് ഇവരെന്നും ഇവിടെ ഇങ്ങനെയാണ്. സ്റ്റാഫുകൾ തമ്മിൽ മിണ്ടരുതെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമോ? അത് എവിടെ പറയാൻ പറ്റും? ഞാൻ സ്റ്റാഫുകളുടെ കൂടെയാ. എന്നെ ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല. ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും ഒരു സ്റ്റാഫ് എന്റെ കൂടെ കാണും. പിന്നെ അവരോട് പരസ്പരം മിണ്ടരുതെന്ന് പറയാൻ നമ്മൾ പിന്നെ ഇത് പറയും. ഈ ട്രെയിനിങ് പീരീഡ് വരുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ നമുക്കറിയത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഒരു കുട്ടി വന്ന് ട്രെയിനിങ്ങിന് വന്ന പിള്ളേരുടെ ഫോട്ടോ എടുത്ത് ബോയ് ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. നമുക്ക് അങ്ങനെയുള്ള ഒരു ജോലി വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജോലി കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പരസ്പരം നിങ്ങൾ ഓവർ ഫ്രണ്ട്ഷിപ്പിന് പോവണ്ട. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, പെൺകുട്ടികളാണ് ഇത്. പെൺകുട്ടികളെ ഈ വീഡിയോ പറയുന്ന കമന്റ് ഇടുന്നവരുടെ കൂട്ടല്ല. ഒരമ്മ ഒരു മോളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ എന്തുമാത്രം സൂക്ഷിക്കുന്നുണ്ടെന്ന് ആ അമ്മയ്ക്കേ അറിയത്തുള്ളൂ. അതുപോലെയാണ് ഇത്. ഇത്രയും പെൺപിള്ളേരല്ലേ, ഞാൻ ഇവരെ അതുപോലെ കെയർ ചെയ്യണം, അവരെ അതുപോലെ നോക്കണം. അപ്പൊ ഇവര് വരുന്നവരോടെല്ലാം കൂട്ടായിട്ട് മോളെ നാളെ നീ ഇന്നെടുത്ത് വാ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ഇത്രയും പേരോട് അവരുടെ കൂടെ പോയാൽ നാളെ നിങ്ങൾ ഇത്രയും പേര് എനിക്കെതിരെ തിരിഞ്ഞു ചോദിക്കത്തില്ലേ അതെന്താണെന്ന്? അപ്പൊ എനിക്ക് പലതും കണ്ടും ഇതായിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, ഒരുപാട് ആരുമായിട്ടും നിങ്ങൾ ഇതാവട്ടെ. നമ്മുടെ സീനിയേഴ്സും നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം തമ്മിൽ നിങ്ങൾ മിങ്കിൾ ചെയ്തോളാം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്നവരെ ഒന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എന്തൊക്കെ രീതിയിലായിരിക്കല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാം, എന്തും പറയാം. എന്തുമാത്രം പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നു. ഞാൻ കാരണം ഇന്ന് ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്. ഈ രണ്ട് കാറ്റഗറി ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, തുണിക്കടക്കാർക്ക്. അവർക്ക് കുർത്തീസുകൾ ഇപ്പൊ ഇത് 499 കൊടുക്കുമ്പോൾ പലർക്കും അത് പറ്റത്തില്ല. നേരെ അവർ 800-നും 1000-നും കൊടുക്കുമ്പോൾ കസ്റ്റമർ ചെന്ന് ചോദിക്കും ഒലീവിന്. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് എനിക്ക് അംഗീകരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ സ്ഥാപനത്തിൽ ഇത്രയും സന്തോഷവും ഫ്രീഡവും കൊടുത്തിട്ട് ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർക്ക് ഇത് കിട്ടുന്നില്ല. ഇവർക്ക് 10,000 രൂപ പോലും ശമ്പളം കിട്ടുന്നില്ല. ഇവർ ചെല്ലുന്നിടത്തല്ല ഇവർക്ക് സ്ട്രിക്റ്റ്, ഇവർക്ക് ജോലി കിട്ടുന്നില്ല. ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്ത് ഡാൻസും കളിച്ച് പായസവും കുടിച്ച് ആടിപ്പാടി നിൽക്കുമ്പോൾ അവർക്കത് പറ്റുന്നില്ല. ഇതാണ് ഇഷ്യൂ. അത് ബുദ്ധിയുള്ളവർക്ക് അറിയാം. അല്ലാത്തവരോട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതേന്നും പറഞ്ഞിരിക്കുന്നവരോട് നമ്മൾ എങ്ങനെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും? അപ്പൊ അതിന് നിയമമില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ തല്ലിയാൽ അതിന് നിയമമില്ലേ? ഞാനൊരു കൊച്ചിനെ എന്തെങ്കിലും കാണിച്ചാൽ അത് നിയമമുണ്ട്, നിയമവശം തേട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കാം പൈസ. ഇവർക്ക് സാമ്പത്തികമായിട്ട് വക്കീലിനെ കാണാനും അതിനും ഇതിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. എന്നിട്ട് ഇവരെ സംരക്ഷിക്കാനായിട്ട് ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഇവരെ ചേർത്ത് പിടിച്ചിട്ട് ഇവരെനിക്കെതിരെ പറയുന്ന എല്ലാ അലിഗേഷനുള്ള പ്രൂഫുമായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നിട്ട് കോടതിയിൽ അവരും അവരുടെ ഭാഗം ക്ലിയർ ആക്കട്ടെ, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കട്ടെ. എന്നിട്ട് എവിടെയാണെന്ന് വിജയം നോക്കുന്നത് നിങ്ങൾ അതെടുത്ത് വീഡിയോ ചെയ്തിട്ട്
പൂട്ടിച്ചോളൂ, നോ പ്രോബ്ലം. എന്തിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഏത് നിയമത്തിന്റെ ഏത് വഴി പോകാനും ആരോടൊപ്പം വരാനും ഞാൻ തയ്യാർ. ഇനി എനിക്കെതിരെ ഇപ്പൊ വീഡിയോ ചെയ്തവർക്കും ഏത് സമയത്തും എന്നെ കോൺടാക്ട് ചെയ്യും. എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല. അവർക്ക് അറിയില്ല, ഒരാൾ ചെന്ന് പറയുന്നു, അവർ ചെയ്യുന്നു. അപ്പൊ അവരും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എന്റെ പ്രൂഫ് കൊടുക്കാം. അവർ ഈ പിള്ളേരുടെ പ്രൂഫുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാമെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരിക്കലും പേടിച്ച് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ എനിക്കില്ല. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റാഫുകൾ കാരണമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോ ഇനി നിൽക്കുന്നവരെ വെച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് വീഡിയോ നിർത്തിവെച്ചത്. അതല്ലാതെ പേടിച്ചിട്ടോ എന്റെ സാധനം പോകത്തില്ലെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എന്റെ സാധനം ഇപ്പൊ ഇട്ടാലും ഫാസ്റ്റ് മൂവിങ് ആണ്. അത് ആ വിശ്വാസമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അത് ഒലീവിയുടെ ബലമാണ്. അത് മറ്റൊരാൾക്കില്ല. അതെന്റെ ബലം. ആ ബലമാണ് പലർക്കും പറ്റാത്ത. ഞാൻ ഇവിടം തൊട്ട് അവിടം വരെ പ്രോഡക്റ്റ് വെക്കുമ്പോൾ അത് മിനിറ്റുകൾക്കുള്ളിൽ തീരുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വിശ്വസ്തതയാണ്. അതൊരിക്കലും എന്റെ കസ്റ്റമേഴ്സിൽ നിന്ന് പോകത്തില്ല. അത് ഉറപ്പാണ്, കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ 28 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ് എടുക്കുന്നത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ഒരു ഏജ് വരെ ലിമിറ്റ് വെച്ചിട്ടുള്ള? എന്തുകൊണ്ടാ ആ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 30 വയസ്സിന് മുകളിലുള്ളവരാകുമ്പോൾ ചിലപ്പം കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് കുട്ടികളുടെ പ്രശ്നം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഡെയിലി വരുന്ന ഓർഡറുകളാണ്. അപ്പൊ എന്തെങ്കിലും രീതിയിലൊക്കെ അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് ഫോൾട്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതാക്കിയത്. അതേപോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞ ഈ ഒത്തിരി 35 വയസ്സുകാരും 40 വയസ്സുകാരും ഒക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞ ജോബ് ഓഫർ കൊടുത്തു. അപ്പൊ പല സ്ഥലം ഞങ്ങൾ ഓർത്തില്ല ഇത്രയും പേര് വരുമെന്ന്. ഞങ്ങൾ ഓർത്ത് 10-9 പേരെ വരുന്നത്. ഒരു ശനിയാഴ്ച 10,000-3000 പേരാണ് ഈ വീട്ടിൽ ഇന്റർവ്യൂവിന് വന്നത്. ഇവിടെ അങ്ങ് താങ്ങാൻ പോയിട്ട് പോലീസ് തന്നെ ഒരു 10 വട്ടം പോയി ഇത് എന്താ നടക്കുന്നതെന്ന് ആലോചിച്ചു. ഞങ്ങൾ തന്നെ 4 വട്ടമായിട്ടാണ് ഇന്റർവ്യൂ നടത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു 5000 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ നിന്ന്. ഈ കുർത്തിയുടെ വില ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്ന 499 ആണെങ്കിൽ 100 രൂപ കുറച്ച് നിങ്ങൾക്ക് 399 തരാം. അപ്പൊ നിങ്ങൾക്കത് 100 രൂപ പ്രോഫിറ്റുമായി നിങ്ങൾക്ക് ഇത് വിൽക്കുകയും ചെയ്യാം. ഏതെങ്കിലും ഒക്കെ 10 എണ്ണം എടുത്താൽ മതി, അല്ലെങ്കിൽ ഇന്നത് എടുക്കണമെന്ന്. ചിലരത് കേട്ടു, ചിലരത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അവരോട് എപ്പോഴും ഞാൻ സോറി പറയുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല അത്രയും പേര് കയറി വരുമെന്ന്. നമുക്ക് താങ്ങാൻ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും എവിടെയും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാത്രമാണ് നമ്മളൊരു ബുദ്ധിമുട്ട്. നമ്മൾ പലതും ആലോചിക്കുക. നമ്മൾ ആ ആലോചന എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത ഒരു ശനിയാഴ്ച ഞാൻ പരസ്യം കൊടുക്കുമ്പോൾ ഇത്രയും പേര് എങ്ങനെ എന്റെ വീട്ടിൽ വരുന്നത്? അത്രയും പേര് കേരളത്തിൽ ജോലി ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ കേരളത്തിൽ ഒരു സ്ഥാപനം സക്സസ് ആകാൻ മലയാളികൾ സമ്മതിക്കത്തില്ല. അത് ഉറപ്പാണ്. കാരണം ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്നെ പൂട്ടിക്കാനാണ് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നത്. അപ്പൊ കേരളക്കാരെല്ലാം, ഞാൻ പറഞ്ഞല്ലോ, യൂസഫ് അലി സാറ് പോലും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ അന്യ ആൾക്കാരെ നിർത്തിയിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം മലയാളികൾക്ക് ജോലി കൊടുത്താൽ അവർ ക്രൂശിക്കപ്പെടത്തതേ ഉള്ളൂ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം കുറെ അലിഗേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുറെ ഇപ്പൊ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ നാളെ ഈ വീഡിയോ ഔട്ടിറങ്ങി പറയും, ഓ ഞാൻ ചേച്ചിയെ വിളിപ്പിക്കാൻ വന്നിട്ടുള്ള, അങ്ങനെ ഓൾറെഡി അതെങ്ങനെ പറയും, എനിക്ക് കമ്മീഷൻ തന്നിട്ടില്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. കാരണം കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയോട്. ഇനി അവര് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മുസ്ലിംസിന് ഇതിലോട്ട് എടുക്കാറില്ല. ശരിയാണോ അത്? മുസ്ലിം പെൺകുട്ടികളെ അതിന്റെ റീസൺ ഞാൻ പറയാം. എന്റെ കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ആണ്. മുസ്ലിം കസ്റ്റമേഴ്സ് ആണ്. മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോടുള്ളവരാണ്. ഇന്നും കട്ടയ്ക്ക് ഇപ്പോഴും അച്ചു എന്നും പറഞ്ഞ് വിളിച്ച് എന്റെ ഫോൺ നിറച്ച് മെസ്സേജാണ്. കട്ടയ്ക്ക് എന്റെ കൂടെയുള്ളത്. എന്റെ സ്ഥാപനത്തിലെ തുടക്കം തൊട്ടുള്ള മാനേജർ എന്ന് പറഞ്ഞ സുൽഫിക്കർ എന്ന് പറഞ്ഞ ഒരാളാണ്, മുസ്ലിമാണ്. എന്റെ സ്ഥാപനത്തിൽ, അടൂര് സ്ഥാപനത്തിൽ എത്രയോ മുസ്ലിം കുട്ടികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ സ്ഥാപനത്തിൽ മുസ്ലിങ്ങളില്ല? നിങ്ങൾക്ക് എങ്ങനെ ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇപ്പൊ ജോയ്സ് നിൽക്കുന്നു, ജോയ്സ് മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണെന്ന് ജോയ്സിന്റെ പേര് കേട്ടായിരിക്കും ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്ത്. ഈ ഒറ്റ നോട്ടത്തിൽ കാണുന്നവർക്ക് എങ്ങനെ മനസ്സിലാകും അതിനകത്ത് മുസ്ലിം ഉണ്ടോ, അതിനകത്ത് ക്രിസ്ത്യൻ ഉണ്ടോ, അതിനകത്ത് ഇന്ന കാസ്റ്റിൽ പെട്ടവരാണോന്ന്? ഈ പുറത്തിറങ്ങി പറയുന്ന പലരുടെയും കാസ്റ്റ് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ ഈ മുസ്ലിം ആൾക്കാര് തട്ടവിടുമല്ലോ. തട്ടവിടുമ്പോൾ നമ്മുടെ യൂണിഫോം എല്ലാം ഇട്ട് നിൽക്കുമ്പോൾ അവർ ആ സമയത്ത് മുസ്ലിംസ് ഇങ്ങനെ തട്ടവിടുമ്പോൾ ആ മതത്തിനെ ഐഡന്റിഫൈ ചെയ്ത് കാണിക്കുക. അപ്പൊ നമ്മുടെ ഇതെന്ന് പറഞ്ഞത് ഒരു ഒരുമയോടുള്ള സ്ഥാപനമാണ്. ഒരേപോലെ യൂണിഫോം ഇട്ട് അവർ ഒരേ ഫുഡ് കഴിച്ച് ഒരേ മാതൃകയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാവരും ഒരുമയോടെ നിൽക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ആ ഒരു പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുമില്ല. ഒരിടത്തും ഞങ്ങൾ അത് പറഞ്ഞിട്ടുമില്ല. ഈ സ്റ്റാഫ്സിനൊക്കെ 25 ഒക്കെ പറഞ്ഞിട്ട് 10 പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. സത്യമാണോ ശരിക്കും? അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ കമ്മീഷൻ ബേസ് ആണ്.
അപ്പൊ ഞാൻ അത് വീഡിയോയ്ക്കകത്ത് ഇപ്പൊ സാലറി മെൻഷൻ ചെയ്തൊരു തെറ്റാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു മാം പറഞ്ഞു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഇപ്പൊ നമ്മുടെ അറിവുകൾ ഇവിടെ വരുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് നിങ്ങളെ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഡെയിലി 3 വീഡിയോസ് ചെയ്യുന്നത്, അതിൽ ബൾക്ക് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇത്രയും കുട്ടികൾക്ക് ഒരു 8,000-ഓ 10,000-ഓ ഫിക്സഡ് ആയിട്ട് കൊടുത്താൽ ഞാനിത് വ്യത്യസ്തമായി ചെയ്യുന്ന ഒരു ജോലി സ്ഥാപനമാണ്. എല്ലാരും ചെയ്യുന്ന പോലെ കോമൺ ആയിട്ടൊരു ഓഫീസാണ്. എനിക്ക് 8,000 രൂപ അല്ലെ 10,000 രൂപ അല്ലെ 12, 15 ഇത് ഫിക്സഡ് കൊടുത്താൽ മതി. അവർ ജോലി ചെയ്യും. എത്ര നേരം വേണേലും സന്തോഷവും കൊടുത്ത് അവരെ ഫ്രീഡവും കൊടുത്ത് അവരെ സുഖിപ്പിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ജോലിക്കായിട്ട് എടുത്തിട്ട് മാക്സിമം മോളെ ചക്കര തേനെ പഞ്ചാര എന്നൊക്കെ വിളിച്ചിട്ട് 15ഉം 10ഉം ഒക്കെ കൊടുത്ത് വിടുന്ന ഒരു ആൾക്കാരുണ്ട്. അതല്ല ഒലീവിയ ചെയ്തിട്ടുള്ളത്. ഒലീവിയ വരുമ്പോഴേ ഒലീവിയയുടെ റൂൾസ് എല്ലാം ജോലിക്ക് വരുന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരെയോ അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണുന്നവരെയല്ല, ജോലിക്ക് വരുന്ന ഓരോ ആൾക്കാരെയും ഒലീവിയ ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് ജോലിക്ക് വരുമ്പോൾ ഞാനാണ് കസ്റ്റമറെ കൊടുക്കുന്നത്. ഞാൻ അവർ വാട്സപ്പ് എടുത്തിട്ട് ആ വാട്സപ്പിലേക്ക് നമ്പർ വീഡിയോയിൽ ഇടുന്നു, എന്റെ കസ്റ്റമറിനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഓർഡറുകൾ ചിലർ ആ സമയത്ത് പേഴ്സണൽ കോളിൽ പോകും, ഈ ഓർഡർ എടുക്കത്തില്ല. ചിലർ ആ സമയത്ത് എന്താ പറയുന്നത് മറ്റ് ആക്ടിവിറ്റീസിന് പോകും. അവർക്ക് ചിലപ്പോൾ കമ്മീഷൻ കുറയുമായിരിക്കും. അതെന്റെ കുഴപ്പമല്ല. ജീവിക്കാൻ വരുന്ന ഓരോ കുട്ടികളുടെയും സാലറി സ്ലിപ്പും സാലറിയുടെ ഇതും എന്റെ കയ്യിലിരിപ്പുണ്ട്. അവരാരെങ്കിലും 20,000 കുറവ് ഒലീവിയെന്ന് മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. ആ വ്യക്തമായ പ്രൂഫ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ലവറിനെ വിളിച്ചുകൊണ്ടിരിക്കുക, വരുന്ന ഓർഡർ ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക, കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുക, അവരെല്ലാം മറ്റ് ആക്ടിവിറ്റീസിന് വരുന്നവരാ. അവരെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ ചെറിയ റേറ്റിൽ കൊടുത്തിട്ട് മാസം 50,000 രൂപ എടുത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ സ്ഥാപനം നടത്താൻ പറ്റത്തില്ലല്ലോ. അത് ചിന്തിക്കുന്നവർക്കറിയാം. ഇവർക്ക് കസ്റ്റമറെ കണ്ടെത്തണ്ട, ഞാൻ കസ്റ്റമറിനെ കൊടുക്കുവാണ്. ഫുൾ AC-ക്കകത്തിരുന്ന് എൻജോയ് ചെയ്ത് അവർ ഇത് മേടിക്കുമ്പോൾ അതിന് പറ്റാത്തവർ കാണും. അവർക്ക് അത് ഏൺ ചെയ്യാൻ പറ്റില്ല. അവര് ഒരു മാസം കിട്ടിയില്ലെങ്കിൽ അന്നേരം പോണമായിരുന്നല്ലോ. അവർ പിന്നെന്തിനാ 2 മാസം 3 മാസം ഒലീവിയ നിന്ന് ആ സെക്കൻഡ് 1 മാസം ഇറങ്ങിക്കൂടായിരുന്നു ഇവിടുന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പം വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് പറയുന്നവരുണ്ട്. അപ്പൊ വന്നിട്ട് പോവാ, എന്നിട്ട് ഇന്ന സ്ഥലത്ത് പോവാന്ന് പറയും. 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് കാണത്തില്ല. അവരെയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അവരെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കും. അതിന്റെയൊക്കെ ദേഷ്യമാണ് കാണുന്നത്. ഇത് പെൺകുട്ടികളാണ്. വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, ഇത്രയും പെൺകുട്ടികളെ വെച്ച് ബിസിനസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്ഥാപനം റിസ്ക് എടുക്കുന്നുണ്ടോ കേരളത്തിൽ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഏത് സ്ഥാപനത്തിലും ചെല്ലാം, അവിടെയെല്ലാം ഒന്നെങ്കിൽ ഏജ് കൂടിയവരാണ്. അവരാകുമ്പോൾ സ്വസ്ഥമായിട്ട് നിന്നോളൂ, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല, കിട്ടുന്നത് വാങ്ങിച്ച് അവർ ആ ഒരു രീതി നിൽക്കും. ഇത്രയും പെൺകുട്ടികളെ ഒരുമയോടെ ഈ രീതി ചേർത്ത് നിർത്തി ഇന്ന് പോകുന്ന ഏത് സ്ഥാപനമുണ്ട്? അപ്പൊ അവർക്ക് അതിന്റെ റിസ്ക് ഉണ്ട്. ഈ ഒരു സ്റ്റാഫിനെ പോലും വെച്ച് ജോലി കൊടുക്കാത്ത, ഒരു രീതിയിലും ബിസിനസിനെ പോലും ഒന്ന് വളർത്തിക്കൊണ്ട് വരാൻ പറ്റാത്ത 100 വ്യൂസ് 200 വ്യൂസ് 300 വ്യൂസ് ഒക്കെയുള്ള പല കടക്കാരാണ് ഒലീവിയെ കമ്പയർ ചെയ്യാൻ വരുന്നത്. അവരുടെ മുന്നിൽ ഒലീവിയ എന്താന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഞാൻ റേറ്റ് കുറവിൽ കൊടുക്കുന്നു, അതൊരു തെറ്റാണ്. അവർ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ബാർഗെയിൻ ചെയ്ത് ഐറ്റം മേടിച്ചിട്ട് റേറ്റ് കുറവിൽ കസ്റ്റമറിന് കൊടുക്കുന്നു. ശരി, ഞാൻ ബാർഗെയിൻ മേടിച്ചിട്ട് ഞാൻ അറുത്ത് മേടിക്കുവാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. അയ്യോ എല്ലാ യൂണിറ്റുകാരിൽ നിന്നും ഇവര് മാക്സിമം ഫോഴ്സ് ചെയ്ത് അവരെ റേറ്റ് കുറച്ച് മേടിച്ചിട്ട് കസ്റ്റമേഴ്സിൽ നിന്ന് ഇഷ്ടം പോലെ അറുത്ത് മേടിച്ച് ഒലീവിയ വളരുന്നു. അതെല്ലാവരും പ്രതികരിക്കണം. ഞാൻ അതല്ല ചെയ്യുന്നത്. എന്റെ ബിസിനസ്, എന്റെ പിള്ളേർക്ക് ഓർഡർ കിട്ടണമെങ്കിൽ ഞാൻ 1000 കൊടുത്താൽ ഈ കുട്ടിക്ക് മാസം 40,000 കമ്മീഷൻ മേടിക്കാൻ പറ്റത്തില്ല. ആ കുട്ടി 40,000 കമ്മീഷൻ മേടിക്കുന്നത് എങ്ങനെയാ? ഞാനിത് 499 കൊടുത്തിട്ടാ. ഇത് 499 കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു ദിവസം 50 ഓർഡർ കിട്ടും. ആ 50 ഓർഡർ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 50 × 5 എത്ര? അപ്പൊ ഒരു ദിവസം ആ കുട്ടി എത്ര രൂപ മേടിച്ചു? അപ്പൊ ആ 30 × അത് എത്ര ആയി നോക്കുക. ഒരു മാസം അത് മേടിക്കുന്നത്. അങ്ങനെ ഒലീവിയയുടെ ബിസിനസ്. ഞാനൊരു യൂണിറ്റിൽ അതിന്റെ ബിസിനസ് തന്ത്രമാണ്. ഓരോരുത്തർക്കും ബിസിനസ് ട്രിക്കുകളില്ലേ. ഞാൻ പറയുന്നു നിങ്ങൾ റേറ്റ് കുറച്ച് താ, ഞാനും പബ്ലിക്കിന് റേറ്റ് കുറച്ച് കൊടുക്കട്ടെ, ഇത്രയും പിള്ളേർക്ക് ജോലി കൊടുക്കട്ടെ. അങ്ങനെയാ ചെയ്യുന്നത്. വന്നിരുന്ന് പറയുന്നത് യൂണിറ്റുകാരെ മാക്സിമം റേറ്റ് കുറച്ച് മേടിച്ചിട്ട് അവര് മറ്റുള്ളവർക്ക് റേറ്റ് കുറച്ച് കൊടുത്തുകൊണ്ട് അവര് പബ്ലിസിറ്റി നേടുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ബിസിനസ് ട്രിക്കുകളില്ലേ. ഇതൊക്കെ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള എന്ത് റൈറ്റാ ഉള്ളത്? എന്റെ ബിസിനസ്സിന് എനിക്ക് ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നു കടക്കാർക്ക് റേറ്റ് കുറവ് ബുദ്ധിമുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ വന്നിരുന്ന് ലൈവിൽ കൂടെ എന്നെ പേഴ്സണലായിട്ടുള്ള വ്യക്തിഹത്യ ചെയ്യുന്ന എന്തിനാ? ഞാൻ എന്റെ ഏത് രീതിയിൽ ഞാൻ വീഡിയോ പ്രസന്റ് ചെയ്യണം, ഏത് രീതിയിൽ ഞാൻ ഇരിക്കണം, അതൊക്കെ കടക്കാർക്ക് പറഞ്ഞു. അവർക്ക് പറയാം നിങ്ങൾ റേറ്റ് കുറവിൽ കൊടുക്കുന്നുണ്ട് അച്ഛൻ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വിളിച്ച് പറയാം.
നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നിങ്ങൾ രംഗത്ത് വാ, നിങ്ങൾക്ക് ആർക്കൊക്കെയാ പ്രശ്നമുള്ളവർ എല്ലാവരും രംഗത്ത് വാ, നമുക്ക് ഒരുമയോടെ കൂട്ടായിട്ടിരുന്ന് സംസാരിക്കാം, നമ്മൾ ഒരുമയോടെ നിൽക്കാം. അതിന് പകരം പബ്ലിക്ക് വന്നിട്ടിട്ട് അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു, അവള് 1.25 ലക്ഷം രൂപയുടെ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അവള് പുട്ടിയിട്ട് വന്നാണ് വീഡിയോ ചെയ്യുന്നത്, അവള് സിൽക്ക് സ്മിതയാണ്, ഇതൊക്കെ പറയാനുള്ള എന്ത് റൈറ്റാ ഉള്ളത്? ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെതിരെ ചേച്ചി പ്രതികരിച്ചിട്ടില്ലേ? ഞാൻ കഴിവതും എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് വരെ ഈ ചെയ്ത ഒറ്റ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ വീഡിയോസ് ഇവിടുത്തെ പിള്ളേർക്കറിയാം, ഇവർ ഒരാള് പോലും എനിക്ക് അയച്ചു തരത്തില്ല. കാരണം അവർക്കറിയാം ഞാൻ അത് കാണത്തില്ലെന്ന്. അവർ ഒരാൾ അയച്ചു തന്നിട്ടുമില്ല. ഗോഡ് പ്രോമിസ്, ഞാൻ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. അപ്പുറത്ത് ഇതാണ് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞാൽ ഞാൻ കാണത്തില്ല. എൻ്റെ കസ്റ്റമേഴ്സ് വന്ന് പറയുന്ന കാര്യം, എൻ്റെ സ്റ്റാഫുകൾ ഇത് കണ്ടിട്ട് വന്ന് മാം ഇങ്ങനെ നമ്മളെ മാക്സിമം ഇതാക്കി പറഞ്ഞ അവരെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രൂഫ് വേണമല്ലോ നമ്മളെ പറഞ്ഞിരിക്കുന്നതിന്. നമുക്കിപ്പോൾ കോടതിയിൽ പോലും ചില കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ്സിനെ തകർക്കുക എന്ന് പറയുന്നത് വ്യക്തമായ പ്രൂഫുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ പബ്ലിക്ക് കൊണ്ടുപോകുന്ന ബിസിനസ് സ്ഥാപനത്തിനെ വന്നിരുന്ന് തകർക്കാന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറയാൻ എന്ത് റൈറ്റാ ഉള്ളത്? ഒരു വ്യക്തിയെ പബ്ലിക് മീഡിയയിൽ വന്നിരുന്ന് ആക്ഷേപിക്കാനുള്ള, പേരെടുത്ത് ആക്ഷേപിക്കാനുള്ള എന്ത് റൈറ്റാണ് ഇന്നിവിടെ? അതിനൊന്നും നിയമങ്ങളില്ലേ? അവർക്കൊന്നും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലേ? അപ്പോൾ ഞാൻ ഇതുവരെയും മിണ്ടാതിരുന്നു. എല്ലാവരും ചോദിക്കുന്ന അച്ചു നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് എൻ്റെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ ആരെയും എനിക്ക് ഒരാളെ നോക്കാൻ സമയമില്ല. കാരണം എനിക്ക് 2 വീഡിയോ വരണം, 3 വീഡിയോ വരണം. ആ പ്രോഡക്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ തീരുകയാണ്. അടുത്ത പ്രൊഡക്ഷൻ ആൾക്കാർക്ക് കൊടുക്കണം, അടുത്ത പാറ്റേൺ കൊടുക്കണം, അടുത്ത മോഡൽ കൊടുക്കണം. അതിനിടയ്ക്കൂടെ എൻ്റെ ഫാമിലി നോക്കണം, ഇതെല്ലാം ചെയ്യണം. എനിക്ക് കച്ചവടം ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു ഷോപ്പിനെ നോക്കിയിരുന്ന് ടാർഗറ്റ് ചെയ്യേണ്ടത്. എനിക്കത് ഉണ്ട് ഇഷ്ടം പോലെ, ദൈവസഹായത്തെ. അപ്പൊ എനിക്ക് ഒരാളെ നോക്കാൻ സമയമില്ല. ഇവർക്കൊന്നും അത് ഇല്ല. ഇവർക്കത് ഇല്ലാത്തപ്പോ ഇവരിങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുക, ഞങ്ങളെ കുറിച്ച് ഇന്ന് എന്താ വരുന്നത് അതിന്റെ അഭിപ്രായം പറയുക. എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ബൾക്ക് ക്വാണ്ടിറ്റി പോലും കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഉടനെ കളിയാക്കുന്ന രമേശിന്റെ കട, സുരേഷിന്റെ കട, ഇങ്ങനെ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, ഒരു സാധനം, അതായത് ഓൺലൈനിൽ കൂടെ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ ഒരെണ്ണം കൊണ്ടുവന്ന് വീഡിയോ കാണിച്ചിട്ട് പറയാം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരെണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരാൾ ഒരെണ്ണമേ ഒരു മോഡലെ ഇറക്കാൻ പറ്റൂ, ബാക്കിയുള്ളത് ഇറക്കരുത്. കാരണം എല്ലാവരും യുണീക്കാണ്. അപ്പൊ ഞാൻ ഇടുന്നത് വേറൊരാൾ ഇടാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നില്ല. അപ്പൊ അത് ലക്ഷക്കണക്കിന് ആൾക്കാരാ, അവർക്ക് അത്രയും പേർക്ക് കൊടുക്കാൻ പറ്റില്ല, കൊണ്ടുവരുന്നവർക്ക് കൊടുക്കണം. അതിനാണ് ഓൺലൈൻ വീഡിയോ ചെയ്യുന്നത്. ഈ യുണീക്കായിട്ടുള്ള ഐറ്റംസ് ബൊട്ടീക്ക് നടത്തി ഷോപ്പിൽ വെക്കണം. അപ്പൊ പറയണ എൻ്റെ ഷോപ്പിൽ ഒരാൾ വന്ന ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള ഐറ്റംസേ ഉള്ളൂ. അപ്പൊ അവര് വന്നത് എടുത്തുകൊണ്ട് പോലെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരെ വ്യൂസ് ചെയ്യുന്ന, അവർ കാണാനിരിക്കുന്ന, അവർ മന്ദബുദ്ധികളല്ല, അവർ കാണാനിരിക്കുന്ന, അവർ വാങ്ങാനിരിക്കുന്ന ആൾക്കാർ, അവർക്ക് കൊടുക്കാനല്ല, അവരെ ഫൂളാക്കാനല്ല ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ട് അതിനെ വരെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും?